വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. അതായത് ഈ ഫിഗറിൽ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പാർട്ട് ഓഫ് ആർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ആർക്ക്. ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ഈ ആർക്ക്, ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആർക്കിനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ ആംഗിൾ പറഞ്ഞാൽ ഈ ആർക്കിൻ്റെ എൻഡ്സ് സെൻറ്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. അതായത് ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആർക്കില്ലേ, നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ആർക്കിൻ്റെ എൻഡ്സ് ആണിത്. ഓക്കെ, ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എൻഡ്സിൽ നിന്നും 2 റേഡിയസ് സെൻറ്ററിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളാണ് എന്ത്, സെൻട്രൽ ആംഗിൾ അല്ലേ. ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിൾ ഇവിടെ 40 തന്നിട്ടില്ലേ, 40 ഡിഗ്രി, അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അതെന്താ, 2 × 40, അതെത്ര 80 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, if we join the ends of an arc to a point on the circle we get half the central angle എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ആംഗിളും എന്താണ്, ഒരേ ആർക്ക് സബ്റ്റൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾസ് ആണ്. ഒന്ന് സെൻറ്ററിലേക്കും ഒന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കും സബ്റ്റൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ഈ സർക്കിളിലുള്ള ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത്, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. സർക്കിളിലുള്ള ആംഗിൾ 40 ഡിഗ്രിയാണ്, അപ്പോൾ സെൻറ്ററിലുള്ള ആംഗിൾ എന്തായിരിക്കും, അതിൻ്റെ ഡബിൾ, അതായത് 2 × 40 ഡിഗ്രി, അതായത് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ആംഗിൾ എത്രയാണ്, 80 ഡിഗ്രി ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ 80 ഡിഗ്രി ബൈ 360 ഡിഗ്രി, ദാറ്റ് ഈസ് 80 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 40 ഡിഗ്രി എന്ന് എഴുതാം, ബൈ 360 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം, 9 × 40 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ. കാരണം 2 × 40 ഡിഗ്രി എന്ന് വെച്ചാൽ 80 ഡിഗ്രിയാണ്, 9 × 40 ഡിഗ്രി എന്ന് വെച്ചാൽ അത് 360 ഡിഗ്രിയാണ്. ന്യൂമറേറ്ററിലുള്ള 40 ഡിഗ്രിയും ഡിനോമിനേറ്ററിലുള്ള 40 ഡിഗ്രിയും ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള എന്താണ്, 2/9. അപ്പോൾ 2/9 പാർട്ടാണ് ഈ ആർക്കിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. When the corner of a pen wire was placed at the center of a circle, one button of the circle was contained within it. If the corner of this wire is placed on a point of this circle, as in the second picture, what fraction of the circle would contain it? What if it is placed at a point on another circle, as in the third picture? ഇതാണ് ഫസ്റ്റ് പിക്ചർ, ഇത് സെക്കൻഡ് പിക്ചർ, ഇത് തേർഡ് പിക്ചർ. അതായത് ഫസ്റ്റ് പിക്ചറിൽ എന്ത് ചെയ്തു, ഒരു വയർ ബെൻഡ് ചെയ്തിട്ട്, താഴെ ഫിഗറിൽ റെഡ് കളറിൽ കൊടുത്തിട്ടില്ലേ, അതാണ് വയർ ബെൻഡ് ചെയ്തിട്ടുള്ളത്. അത് സർക്കിളിൻ്റെ സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്. ഈ കോർണർ, വയറിൻ്റെ കോർണർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ച, വയറിനിടയിൽ വരുന്നത് സർക്കിളിൻ്റെ എത്ര പാർട്ടാണ്, 1/10 പാർട്ടാണ്. പിന്നെ സെക്കൻഡ് പിക്ചറിൽ എന്ത് ചെയ്തു, ഈ വയറിൻ്റെ കോർണർ ഇല്ലേ, ഈ ബെൻഡ് ചെയ്ത വയറിൻ്റെ കോർണർ സർക്കിളിലെ ഒരു പോയിന്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര പാർട്ട് കവർ ചെയ്തിട്ടുണ്ടാവും, ഇത്രയും പാർട്ട്, ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ഫിഗറിൽ വേറൊരു സർക്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഈ സെയിം വയർ ബെൻഡ് ചെയ്തിട്ട് അതേപോലെ വെച്ചിട്ടുണ്ട് അല്ലേ, സർക്കിളിൻ്റെ ഒരു പോയിന്റ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പിക്ചറിൻ്റെ കേസ് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ ഈ കോർണർ വെച്ചിട്ടുള്ളത് സർക്കിളിൻ്റെ സെൻറ്ററിലാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ആംഗിളാണ്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് എന്ത്, ഇപ്പോൾ ഈ വയർ ബെൻഡ് ചെയ്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ അല്ലേ. ആംഗിൾ അറ്റ് കോർണർ ഓഫ് വയർ, വയറിൻ്റെ കോർണറിലെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ ആംഗിളാണ് അല്ലേ. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആർക്ക് ഫോം ചെയ്തിട്ടുള്ള സെൻറ്ററിൽ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ. അപ്പോൾ എത്ര ഫോം ചെയ്തിട്ടുണ്ടാവും, 1/10 പാർട്ടാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1/10 ഇൻറ്റു ടോട്ടൽ ആംഗിൾ എത്രയാണ്, നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 1/10 പാർട്ടായിരിക്കും എന്ത്, ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1/10 ഇൻറ്റു 360 ഡിഗ്രി, അതെത്രയാണ്,
ന്യൂമറേറ്ററുള്ള 0യും ഡിനോമിനേറ്ററിലെ 0യും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി 36 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ വയറിൻ്റെ കോർണറിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അതേ വയർ തന്നെയാണ് നമ്മൾ സെക്കൻഡ് പിക്ചറിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? സെയിം ആംഗിൾ തന്നെയാണ്. അത് എത്രയാണ്? 36 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് പിക്ചറിൻ്റെ കേസ് നോക്കാം. അവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സർക്കിളിൻ്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫ്രാക്ഷൻ ഓഫ് ആർക്ക്. ഏത് ആർക്കാണ്? ബിറ്റ്വീൻ വയർ, വയറിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള സർക്കിളിൻ്റെ പാർട്ട് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അതായത് ഈ ആർക്കിൻ്റെ എൻസിൽ നിന്നും, ഇതാണല്ലേ എൻസ്, അപ്പോൾ എൻസിൽ നിന്ന് സെൻറ്ററിലേക്ക് ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ, അതാണ് സെൻട്രൽ ആംഗിൾ അല്ലേ. അതെന്തായിരിക്കും? ഇവിടെ ഈ സെയിം ആർക്കിൻ്റെ എൻസ് സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഫോം ചെയ്ത ആംഗിൾ 36 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അതൊരു 2 × 36 ഡിഗ്രി, അത് എത്രയാണ്? 72 ആണ് അല്ലേ. അപ്പോൾ ഇത് 72 ഡിഗ്രിയാണ്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഈ ആംഗിളിൻ്റെ അതേ ഫ്രാക്ഷൻ തന്നെ ആയിരിക്കും എന്ത്? ഈ ആർക്കിൻ്റെ ഫ്രാക്ഷൻ. ആംഗിളിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ 72 ഡിഗ്രിയും ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിളിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 72 ഔട്ട് ഓഫ് 360 ഡിഗ്രി, അല്ലെങ്കിൽ 72/360 ഡിഗ്രി അല്ലേ. അങ്ങനെയല്ലേ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതേ പാർട്ട് തന്നെ ആയിരിക്കും എന്ത്? ഈ ആർക്കിൻ്റെ പാർട്ട് അല്ലേ. അതെത്രയാണ്? സെൻട്രൽ ആംഗിൾ 72 ഡിഗ്രി അല്ലേ. അപ്പോൾ 72 ഡിഗ്രി ബൈ 360 ഡിഗ്രി, അതെത്രയാണ്? 72നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഡിഗ്രി ഇൻറ്റു 8 എന്ന് എഴുതാം അല്ലേ. കാരണം 9 ഡിഗ്രി ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രിയാണ്. ബൈ 360 ഡിഗ്രി എങ്ങനെ എഴുതാം? 9 ഡിഗ്രി ഇൻറ്റു 40 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററുള്ള 9 ഡിഗ്രിയും ഡിനോമിനേറ്ററുള്ള 9 ഡിഗ്രിയും ക്യാൻസൽ ചെയ്യും, ബാക്കി 8/40 ആണ്. 8നെ നമുക്ക് 8 × 1 എന്ന് എഴുതാം, ബൈ 40യെ നമുക്ക് 8 × 5 എന്ന് എഴുതാം അല്ലേ. കാരണം 40 എന്ന് വെച്ചാൽ എന്താണ്? 8 × 5 40 അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററുള്ള 8ഉം ഡിനോമിനേറ്ററിലെ 8ഉം ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ള എന്താ? 1/5 ആണല്ലേ. അപ്പോൾ എത്രയാണ് പാർട്ട്? ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന സെക്കൻഡ് പിക്ചറിൽ ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? 1/5 ആണ്. ഓക്കെ, ഇനി തേർഡ് പിക്ചറിൽ ഫ്രാക്ഷൻ ഓഫ് ആർക്ക് ബിറ്റ്വീൻ വയർ കണ്ടുപിടിക്കണം. ഈ സർക്കിളിൻ്റെ ഏകദേശം ഇവിടെ വരും അല്ലേ. അപ്പോൾ ഈ ആർക്ക് അല്ലേ, ഈ വയർ ഫോം ചെയ്തപ്പോൾ വയറിനിടയിൽ വരുന്ന ആർക്ക് വരുന്നത് ഈ ആർക്കാണ് അല്ലേ. ഈ ആർക്ക് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ, ആർക്കിൻ്റെ എൻസ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇതൊരു സെൻട്രൽ ആംഗിൾ ഫോം ചെയ്യും. നമ്മൾ കണ്ടു വയറിൻ്റെ കോർണറിൽ വരുന്ന ആംഗിൾ 36 ഡിഗ്രി ആണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആയിരിക്കും. അതെത്രയാണ്? 72 ഡിഗ്രി ആയിരിക്കും. ആർക്കിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിളിൻ്റെ പാർട്ട് എന്താ? 72 ഡിഗ്രി ബൈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. 72 ഡിഗ്രി ബൈ 360 ഡിഗ്രി എത്ര? 1/5 തന്നെയായിരിക്കും. ഓക്കെ.